വെണ്ടയ്ക്കായും തക്കാളിയും കൊണ്ടൊരു കറി ഉണ്ടാക്കാം. അതിനായി 200 ഗ്രാം വെണ്ടയ്ക്ക നല്ല കഴുകി വൃത്തിയാക്കി സൈഡെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ: അരപ്പിനായി ഒരു 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഉള്ളി. പിന്നെ വേണ്ടത് ഒരു സവാള, പകുതി സവാള ചെറുതായി അരിഞ്ഞത്, ചെറിയ തക്കാളി അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടെ നല്ലപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ താളിക്കുന്നതിനായി 3 വറ്റൽമുളക്, കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞത്, ഒരു 2 കറിവേപ്പില, പിന്നെ വെളിച്ചെണ്ണ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അരപ്പിൻ്റെ കൂടെ ചേർക്കാനായി ജീരകം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി എടുക്കാം. അതിനായി ഒരു കട്ടിംഗ് ബോർഡ് എടുത്ത് വെണ്ടയ്ക്കയെല്ലാം നമുക്ക് ഒരേ അളവിൽ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത ശേഷം എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്ത് ഇതേ അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് സ്റ്റവ് കത്തിക്കാം. പാത്രം ചൂടാകുമ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകട്ടെ. ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാം. അതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം ചെറുതായിരുന്നു മതിയായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വെണ്ടയ്ക്കായി തുടക്കുന്നു വഴറ്റാം. നല്ലപോലെ ഒന്ന് നമ്മളിപ്പോൾ തന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. എല്ലാം കൂടെ വീണ്ടും വഴറ്റി വെണ്ടയ്ക്കൊക്കെ വഴങ്ങുന്ന സമയം കൊണ്ട് നമുക്കിനി വേണ്ട അരപ്പൊന്ന് തയ്യാറാക്കാം. ഇതൊരു ജാറെടുത്ത് അതിലേക്ക് പച്ചമുളക്, പിരിഞ്ഞിട്ടിരിക്കുന്ന തേങ്ങ, ടീസ്പൂൺ ജീരകമോ ജീരകത്തിൻ്റെ പൊടിയോ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ പൊടിയുണ്ട്, അതുകൊണ്ട് 1 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമെല്ലാം ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അരപ്പെല്ലാം നല്ല ഫൈൻ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടെ വഴറ്റിയ ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. കടുകും കൂടെ ചേർത്ത് വേണം താളിച്ചെടുക്കാൻ. വെണ്ടയ്ക്കയും തക്കാളിയെല്ലാം നല്ലതുപോലെ വഴങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ജാറ് കഴുകിയ വെള്ളം കൂടെ അതിൽ ചേർക്കാം.
കൂടെ നല്ലതുപോലെ ഇളക്കി അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഒരു 4-5 മിനിറ്റ് വെന്താൽ മതി. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് കുറവാണ്. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യും. വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. വെണ്ടയ്ക്ക കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ച് കൂടെ ചേർക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്കൊരു പാൻ അടുപ്പ് വെച്ച് കത്തിക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മൾ ആദ്യം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഉള്ളി ചേർക്കാം. പച്ചമുളക്, നമുക്ക് അതിലേക്ക് ചേർക്കാം. അടച്ച് വെച്ചാൽ ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടയ്ക്ക ഒഴിച്ചുകറി റെഡി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. തണുത്ത ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം. താങ്ക് യു. മൊത്തത്തിൻ്റെ അടപ്പൊന്ന് തുറക്കാം. വെണ്ടയ്ക്ക തക്കാളി ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. തക്കാളി ഒഴിച്ച് കറി റെഡി.